വിചാരം ഭൂതഗണാതിചോദിതം പതിപ്പജിഭൂതലസഹജപക്ഷിതം മാസുരം ശോകവിനാശകാരണം നാമീശ്വരകൽപതന്ത്രജം ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ഓം ശുക്ലാംബരധരനാശം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേന സർവവിഘ്നോപശാന്തയേ. त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं നമസ്തേ. 36ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ശ്ലോകം നിഹത്യധാർത്തരാഷ്ട്രാന്ന കാ പ്രീതി സ്യാ ജനാർദ്ദന का प्रीति स्या जनार्दन पापमेवाश्रयेदस्मान् हत्वैतान् आततायिनः निहत्य धार्तराष्ट्रान्न का प्रीति स्या जनार्दन पापमेवाश्रयेदस्मान् हत्वैतान् आततायिनः. ഒരു വാക്കിന്റെ അർത്ഥം നിഹത്യ എന്ന് പറഞ്ഞ കൊന്നിട്ട്, ധാർത്തരാഷ്ട്രാൻ ധൃതരാഷ്ട്രപുത്രന്മാരെ. പണ്ടൊക്കെ മക്കള് അച്ഛന്റെ പേരിൽ അറിയപ്പെടും. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതാണ്, അച്ഛന്റെ അമ്മയുടെ ഒക്കെ പേരിൽ അവരെ വിളിക്കും. അപ്പൊ ധാർത്തരാഷ്ട്രാൻ ധൃതരാഷ്ട്ര പുത്രന്മാരെ നഹ ഞങ്ങൾക്ക്. ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് എന്നാണ് ചോദ്യം. നഹ ഞങ്ങൾക്ക്. കാ പ്രീതി സ്യാർ എന്ത് സന്തോഷം ഉണ്ടാവാൻ പോകുന്നു. കാ എന്ത്, പ്രീതി സന്തോഷം സംഭവിക്കാൻ പോകുന്നു, ഉണ്ടാകാൻ പോകുന്നു. സ്യാർ ജനാർദ്ദന, ഹേ ജനാർദ്ദന. കൃഷ്ണനെ വിളിക്കുകയാണ് ജനാർദ്ദന. പാപം തന്നെ ആശ്രയിക്കുന്നതാണ്. അസ്മാൻ ഞങ്ങളെ, ഹത്വ ഹനിച്ചിട്ട്, ഏതാൻ ഈ കാണുന്നവരെ, ഇവരെ, ആതതായികളായ, ആതതായികൾ എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ കൈ പിടിച്ചു നിൽക്കുന്നവര്, അതായത് പാപം ചെയ്തവരായിട്ടുള്ളവര്. ആതതായികൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൽ 6 തരത്തിലുള്ള ആൾക്കാരെ പറയുന്നുണ്ട്. ആതതായികൾ അതിലൊന്ന് ആയുധം കയ്യിൽ വെച്ചവര്, ഉരയ്ക്ക് തീ വെച്ചവർ, ഭക്ഷണത്തിൽ വിഷം ചേർത്തവർ. നമുക്കറിയാം, കൗരവരെ സംബന്ധിച്ചിടത്തോളം അവര് പാണ്ഡവരുടെ പുരയ്ക്ക് തീ വെച്ചവരാണ്. ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തിട്ടുണ്ടവര്. ഭീമന് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ദുര്യോധനനൊക്കെ. പിന്നെ ധനം മോഷ്ടിച്ചവർ, അവര് ധനം മോഷ്ടിച്ചവരാണ്. എങ്ങനെയുള്ള ധനം? കൗരവര് പാണ്ഡവരുടെ ധനം മോഷ്ടിച്ചിട്ടുണ്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ. അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു വെച്ച ആ രാജ്യവും ധനവും എല്ലാം കള്ളച്ചൂത് കളിച്ച് മോഷ്ടിച്ചതിന് തുല്യമായിട്ട് അവർ നേടിയെടുത്തവരാണ്. ഭൂമി അപഹരിച്ചവർ, അവരുടെ ഇന്ദ്രപ്രസ്ഥം ഭൂമി, പിന്നെ ഇല്ലെങ്കിൽ ഹസ്തിനപുരം എന്ന രാജ്യം അവർക്കൂടെ അവകാശപ്പെട്ട രാജ്യം അപഹരിച്ചെടുത്തവരാണ് ഇവര്. അങ്ങനെ ഭൂമി അപഹരിച്ചവർ, അന്യന്റെ ഭാര്യയെ പിടിച്ചെടുത്തവർ. അതെ, ഇവരുടെ പാണ്ഡവരുടെ ഭാര്യയായ ദ്രൗപദിയെ കൗരവര് പിടിച്ചു, അപമാനിച്ചു, പിടിച്ചെടുക്കാൻ ശ്രമിച്ചു, അല്ലെ? അങ്ങനെ അന്യന്റെ ഭാര്യയെ പിടിച്ചെടുത്തവരൊക്കെ ഈ ആതതായികളുടെ കൂട്ടത്തിൽ പെടും. അങ്ങനെയുള്ള ഈ 6 ടൈപ്പ് ഓഫ് ആൾക്കാരെയാണ് ആതതായികൾ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ആതതായികൾ എന്നുള്ള വിശേഷണം ഈ കൗരവർക്ക് ശരിക്കും യോജിച്ചതാണ്. അവരിതെല്ലാം പാണ്ഡവരോട് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇവരെ ആതതായികൾ എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ മുഴുവൻ അർത്ഥം എന്ന് നോക്കാം. ഹേ ജനാർദ്ദന, കൃഷ്ണനെ വിളിക്കുകയാണ് ഹേ ജനാർദ്ദന. ജനാർദ്ദനൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളാൽ അർത്ഥിക്കപ്പെടുന്നവൻ. നമ്മളൊക്കെ ഭഗവാനോട് ചോദിക്കുകയാണല്ലേ, പ്രാർത്ഥിക്കുകയാണ്. നമുക്കത് വേണേ, നമുക്ക് സങ്കടം ഉണ്ടാവരുതേ, നമുക്ക് ബുദ്ധിമുട്ട് വരല്ലേ, ഇല്ലെങ്കിൽ നമ്മുടെ ആർക്കും ആപത്തൊന്നും വരുത്തരുത്, അസുഖങ്ങൾ വരുത്തരുത്, ഇല്ലെങ്കിൽ പഠിച്ച് നല്ല മാർക്ക് കിട്ടണേ, ജോലി കിട്ടണേ, ഇങ്ങനെ നമ്മൾ ഓരോന്നും അർത്ഥിക്കുന്നവരാണ് ഭഗവാനോട്, അല്ലേ? അങ്ങനെ ജനങ്ങളാൽ അർത്ഥിക്കപ്പെടുന്നവനായതുകൊണ്ടാണ് ഭഗവാന് ജനാർദ്ദനൻ എന്ന പേര് വന്നത്. ഹേ ജനാർദ്ദന, എല്ലാവരും അങ്ങയോട് പ്രാർത്ഥിക്കുന്ന, ഓരോന്നും ആവശ്യപ്പെടുന്ന ആളാണ്. അങ്ങനെയുള്ള ആളാണ്. അതും അങ്ങനെയാണ് വിളിക്കുന്നത്, അങ്ങനെയാണ് അർജുനൻ സംബോധന ചെയ്യുന്നു. ഹേ ജനാർദ്ദന, ഈ ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട്
ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നമുക്ക് എന്ത് സന്തോഷം ഉണ്ടാകുവാൻ പോകുന്നു? എന്ത് സന്തോഷമാണ് നമുക്ക് ഉണ്ടാകുന്നത്? ഇവരെ കൊന്നാൽ പാപം മാത്രമാണ് നമുക്ക് ഫലം. ഇവരെയൊക്കെ കൊന്നാല് വെറുതെ ഈ പാപികളായ ആൾക്കാരാണ് ഇവര്, ആതതായികളാണ്. ഇവരെയൊക്കെ കൊന്നാൽ ആ പാപം കൂടെ നമുക്ക് വരും. എന്തിനാണ് നമ്മൾ അത് നേടുന്നത്? അങ്ങനെ ഇവരെ കൊന്നു കഴിഞ്ഞാൽ പാപം മാത്രമാണ് നമുക്ക് ഫലം. അർജുനൻ പറയുകയാണ്, ഇങ്ങോട്ട് ചൊല്ലാം, നിഹത്യ ധാർത്തരാഷ്ട്രാന്ന കാ പ്രീതി സ്യാ ജനാർദ്ദന പാപമേവാശ്രയേദസ്മാൻ ഹത്വൈതാൻ ആതതായിനഃ ഹത്വൈതാൻ ആതതായിനഃ. ഈ ധാർത്തരാഷ്ട്രന്മാരെ കൊന്നിട്ട് പാപമല്ലാതെ എന്ത് പുണ്യം നമുക്ക് നേടും? വെറുതെ പാപം നേടുകയല്ലേ ഉള്ളൂ എന്ന് ജനാർദ്ദനോട്, കൃഷ്ണനോട് ചോദിക്കുകയാണ് അർജുനൻ. നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ എനിക്ക് ഞാൻ എന്തിനാണ് ഇവരെ കൊല്ലുന്നത്, ഇവരെ കൊന്നിട്ട് എന്ത് ഫലമാണ് എന്നുള്ള ചോദ്യങ്ങൾ പല രീതിയിൽ ചോദിക്കുന്നതാണ് കണ്ടുവരുന്നത് അല്ലേ. പല പല രീതിയിൽ അർജുനൻ അവരെ ഓരോന്നും വിശേഷിപ്പിച്ചു, അവരുടെ കാര്യങ്ങൾ പറഞ്ഞു, ഓർത്തും ഒക്കെ ഇങ്ങനെ പറയുകയാണ്, ഞാൻ എന്തിനാണ് ഇവരെ കൊല്ലുന്നത്. അർജുനന്റെ ആ നിരാശയൊക്കെ വെളിവാക്കുകയാണ്. അതായത് അർജുനന് അവര് സ്വന്തം ആൾക്കാരാണ്, സ്വന്തം ജനങ്ങളാണ്, അവരെ എങ്ങനെ കൊല്ലും എന്നുള്ള ഒരു തോന്നലാണ് അല്ലെ. നമുക്കറിയാം എല്ലാം ഉള്ളതാണ് നമ്മുടേതെന്നുള്ള ചിന്ത. നമ്മുടെ ആൾക്കാര്, എന്റേത് എന്റേത് എന്റെ, നമ്മൾ കുറെ ഇതായിട്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് എന്റെ രാജ്യം, പിന്നെ വന്നു കഴിഞ്ഞാൽ എന്റെ നാട്, പിന്നെ കഴിഞ്ഞാൽ എന്റെ വീട്, അതും കഴിഞ്ഞാൽ എന്റെ അച്ഛനമ്മമാര്, എന്റെ സഹോദരങ്ങള്, അതും കഴിഞ്ഞാൽ ഞാൻ, എന്റെ ശരീരം, എന്റെ വസ്തുക്കൾ, അങ്ങനെ നമ്മൾ എന്റേതെന്ന് പറഞ്ഞാൽ ഒന്ന് പോവുകയാണ്. എല്ലാം നമുക്ക് സ്വന്തമാക്കാനും എന്റേതെന്നാക്കാനുമായിട്ടാണ് നമ്മുടെ ജീവിതം പോലും നമ്മൾ തള്ളി നീക്കുന്നത് അല്ലെ. എല്ലാം നമുക്ക് വേണ്ടിയാണ്, നമ്മുടേതാക്കുക, സ്വന്തം സ്വന്തം എന്നുള്ള ചിന്തകളാണ്. അതാണ് ഇവിടെ പറയുന്നത്. ധാർത്തരാഷ്ട്രന്മാര് ഞങ്ങളുടെ വല്യച്ഛന്റെ മക്കളാണ്, എന്റെ ആൾക്കാരാണ്, എന്റെ ബന്ധുക്കളാണ്. അങ്ങനെയുള്ള ആൾക്കാരെ എന്തിനാണ് ഞാൻ കൊല്ലുന്നത്? അതുപോലെ അവര് ആതതായികളാണ്, അവര് പാപം ചെയ്തവരാണ്. അവരെ കൊന്നാൽ ആ പാപം കൂടെ എനിക്ക് കിട്ടത്തേ ഉള്ളൂ. ഞാൻ എന്തിനാ സ്വയം പാപം ഏറ്റെടുക്കുന്നത് എന്നൊക്കെയാണ് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം ചിന്തിച്ചിട്ട് ഇതിലേക്ക് പോകാം. തസ്മാന്നാർഹ വയം ഹന്തും തസ്മാന്നാർഹ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സ്വജനം ഹി കഥം ഹത്വാ സുഖിന സ്യാമ മാധവ സുഖിന സ്യാമ മാധവ. തസ്മാന്നാർഹ വയം ഹന്തും തസ്മാന്നാർഹ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സ്വജനം ഹി കഥം ഹത്വാ സുഖിന സ്യാമ മാധവ സുഖിന സ്യാമ മാധവ. അർത്ഥം നമുക്ക് പഠിക്കാം. തസ്മാ അതുകൊണ്ട്, ആയതുകൊണ്ട്. മുമ്പ് പറഞ്ഞില്ലേ ഇവരൊക്കെ എന്റെ ബന്ധുക്കളാണ്, കൂടാതെ അവരൊക്കെ ആതതായികളുമാണ്. അതുകൊണ്ട്, ആയതുകൊണ്ട്. ന അർഹ ന അർഹ അർഹരല്ല, ന അല്ല അർഹരല്ല, അവര് യോഗ്യരല്ല, അവർക്കൊരു യോഗ്യതയുമില്ല. ഭയം ഞങ്ങൾ, ഹന്തു കൊല്ലുന്നതിന്, ഞങ്ങൾ അവരെ കൊല്ലുന്നതിന്, ഞങ്ങളാൽ അവർ കൊല്ലപ്പെടുന്നതിന് അവർക്ക് യോഗ്യതയൊന്നുമില്ല. ധാർത്തരാഷ്ട്രാൻ ധൃതരാഷ്ട്രപുത്രന്മാരെ, മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇവരൊക്കെ ധൃതരാഷ്ട്രപുത്രന്മാരാണ്. സ്വബാന്ധവാൻ സ്വബന്ധുക്കളാണ്, സ്വന്തം ബന്ധുക്കളാണ്, ഞങ്ങളുടെ ബന്ധുക്കളാണ് അവരൊക്കെ. സ്വജനം സ്വന്തം ജനമാണ്, സ്വന്തം ജനത്തെ കഥം എങ്ങനെ, കഥം എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഹത്വ ഹത്വ ഹനിച്ചിട്ട്, കൊന്നിട്ട്, സുഖിനഹ സുഖികളായി. നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മുടെ കർമ്മം ചെയ്യുന്നത്? നമുക്ക് സുഖം കിട്ടാനാണ്. ഇപ്പൊ ഇവരെ കൊന്നിട്ട് സുഖികളായി ശ്യാമഹി ഭവിക്കും. എങ്ങനെ സുഖികളായി ഭവിക്കും? മാധവ. ഇവിടെ കൃഷ്ണനെ കഴിഞ്ഞ ശ്ലോകത്തിൽ ഹേ ജനാർദ്ദന എന്ന് വിളിച്ചു, ഇവിടെ വിളിക്കുകയാണ് മാധവ, ഹേ മാധവ. മാധവ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ പതി എന്നുള്ള അർത്ഥത്തിൽ മാധവൻ എന്ന് പേരുണ്ട്. പിന്നെ വേറെ അർത്ഥങ്ങളൊക്കെ പറയുന്നുണ്ട്. യാദവ കുലത്തിലെ ആദ്യത്തെ യദുവിന്റെ ആദ്യപുത്രന്റെ പേര് മധു എന്നായിരുന്നു. ആ വംശത്തിലുള്ളത് കൊണ്ട് മാധവൻ എന്നുള്ള പേര് കിട്ടി. അങ്ങനെ പല രീതിയിലും പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ലക്ഷ്മി ദേവിയുടെ പതി എന്നുള്ള അർത്ഥമെടുക്കാം. അങ്ങനെയുള്ള ആ മാധവ ഭഗവാനെ, അങ്ങനെ ലക്ഷ്മി ഐശ്വര്യത്തിന്റെ പതിയല്ലേ. അപ്പൊ ഇവരെയൊക്കെ കൊന്നിട്ട്, ഇവരൊന്നും യോഗ്യരല്ല, ഞങ്ങളുടെ കൈ കൊണ്ട് ചാകാൻ പോലുമുള്ള യോഗ്യത അവർക്കില്ല. സ്വന്തം ബന്ധുക്കളാണ്, ധൃതരാഷ്ട്രപുത്രന്മാരാണ്, സ്വന്തം ബന്ധുക്കളാണ് എങ്കിൽ പോലും അങ്ങനെയുള്ളവരെ കൊന്നിട്ട് ഞങ്ങൾ എങ്ങനെ സുഖികളായി, സുഖമുള്ളവരായിട്ട് ഭവിക്കും, ജീവിക്കും.
നമുക്ക് പിന്നീട് ഇവരെ കൊന്നിട്ട് വേണ്ടേ നമുക്ക് ജീവിക്കാൻ. അത് ഇവരെ കൊന്നിട്ട് ഞങ്ങൾക്ക് എങ്ങനെ, സ്വന്തം ബന്ധുക്കളാണ്, സ്വന്തം അച്ഛന്റെ ജ്യേഷ്ഠന്റെ പുത്രന്മാരാണ്, സഹോദരങ്ങളാണ്, ഇവരെ കൊന്നിട്ട് എങ്ങനെ നമ്മൾ സുഖിച്ച് ജീവിക്കും? അതുകൊണ്ട് ഒന്നുകൂടി ആ ശ്ലോകം പറയാണ്, അതുകൊണ്ട് നാം സ്വന്തം ബന്ധുജനങ്ങളായ ധൃതരാഷ്ട്രപുത്രന്മാരെ ഹനിക്കുന്നതിന് യോഗ്യരല്ല. അവർക്കും നമ്മളാൽ ഹനിക്കപ്പെടുന്നതിന് യോഗ്യതയില്ല, നമ്മൾ അവരെ ഹനിക്കാനും യോഗ്യരല്ല. ഹേ മാധവ, സ്വജനത്തെ കൊന്നിട്ട് എങ്ങനെ സുഖികളായി ഭവിക്കും, എങ്ങനെ സുഖികളായിട്ട് ജീവിക്കും? സ്വന്തം ജനങ്ങളെ കൊന്നിട്ട് അർജുനൻ അങ്ങ് സ്വന്തം 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 എന്നുള്ള വിചാരങ്ങളാണ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ഉള്ളിലും ഓരോന്ന് നേടിയെടുക്കാൻ എന്റേതാക്കാനുള്ള ആഗ്രഹമാണ് നമുക്കൊക്കെ ഉള്ളത്. എന്നിട്ട് ആക്കിയെടുത്തിട്ടോ അത് ആർക്കും വിട്ടുകൊടുക്കാതെ എന്റേതാണെന്നും പറഞ്ഞ് നമ്മൾ അതിനോട് കൂടുതൽ കൂടുതൽ സ്നേഹം കാണിച്ച് അതിനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ആയിട്ട് മമത്വത്തോടു കൂടി നമ്മൾ അതും വെച്ചുകൊണ്ടിരിക്കും അല്ലേ? നമ്മുടെ ലക്ഷ്യം പോലും മറന്നു പോകും. നമ്മുടെ ലക്ഷ്യം പോലും മറന്നു പോയിട്ട് നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതാണ് ഇഷ്ടം, അതാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്ന് വിചാരിച്ച് ഈ സ്വന്തമാക്കിയതിനെ ഒക്കെ താലോലിച്ച് നമ്മൾ കൊണ്ടു നടക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ പോലും ഇങ്ങനെ സ്വന്തമാക്കണം, എല്ലാം എന്റേതാക്കണം. എന്നിട്ട് ഈ സ്വന്തത്തെ മുഴുവനും താലോലിച്ച് എന്റേതാണ് എനിക്ക് അതുണ്ട് എനിക്ക് ഇതുണ്ട് എന്ന് പറഞ്ഞ് വെറുതെ അഭിമാനം കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം പാഴാക്കുകയാണ്. ഇവിടെ അതാണ്, എന്റെ ജനങ്ങള്, എന്റെ ബന്ധുക്കള്, എന്റെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ പുത്രന്മാര്, പുത്രന്മാര്, ധാതരാഷ്ട്രന്മാര്, അവരെയൊക്കെ ഞാൻ കൊന്നിട്ട് പിന്നെ എന്ത് സുഖമാണുള്ളത്? അർജുനൻ പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്, ഇവരെയൊക്കെ കൊല്ലും, കർണനെ കൊല്ലും, ഇവരെയൊക്കെ ഞാൻ യുദ്ധത്തിൽ പാഞ്ചാലിയെ രാജ്യസഭയിൽ വെച്ച് ഇവരെല്ലാം അപമാനിക്കുമ്പോൾ അർജുനനും ഭീമനും ഒക്കെ പ്രതിജ്ഞ ചെയ്യുകയാണ്, ഇതിനൊക്കെ പകരം വീട്ടുമെന്ന് അവിടെ നിന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ്. ഈ പ്രതിജ്ഞയൊന്നും ചെയ്തപ്പോൾ ഇവരൊക്കെ സ്വന്തം ആൾക്കാരാണല്ലോ എന്ന് തോന്നിയില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ യുദ്ധത്തിന് വന്ന് നിൽക്കുമ്പോഴാണ് സ്വന്തം ജനങ്ങളോ ഇതൊക്കെ നമുക്കൊക്കെ സംഭവിക്കുന്നതാണ്. നമ്മൾ ഒരു കാര്യം പഠിച്ചു മിടുക്കരായി നമുക്ക് ലക്ഷ്യത്തിലേക്ക് പോകണം എന്ന് നമുക്കറിയാം, നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതിനായിട്ടാണ് നമ്മുടെ ജീവിതം എന്ന് വരെ നമുക്കറിയാം. പേരൻസ് എല്ലാം നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുന്നത് ഇതിനു വേണ്ടിയാണ്. എന്തിന്? നമ്മുടെ ലക്ഷ്യം നേടാൻ, നമ്മളെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ നമുക്കറിയാം, അറിയാത്തവരൊന്നും അല്ല ആരും, അല്ലേ? പക്ഷെ എന്നാലും നമ്മൾ ഓരോ ന്യായീകരണവും ഓരോ സമയത്തും നിരത്തിയിട്ട് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണ്. നമുക്ക് ഓരോ ഇഷ്ടങ്ങളും പറഞ്ഞിട്ട് ഓരോ ആഗ്രഹങ്ങളുടെ പുറകെ പോയിട്ട് ലക്ഷ്യം മറന്നു പോവുകയാണ്. ഈ ആഗ്രഹങ്ങളെയൊക്കെ നമ്മൾ എന്താ വിചാരിക്കുന്നത്? നമ്മുടെ തന്നെ ജനങ്ങളാണെന്ന്. എന്റെ ആഗ്രഹം എന്റേതാണ്, അതെന്റേതാണ്. എന്റെ വാച്ച്, എന്റെ ഫോണ്, എന്റെ ലാപ്ടോപ്പ്, ഇല്ലെങ്കിൽ എന്റെ വസ്തുക്കൾ, ഇതിന്റെയൊക്കെ പുറകെയാണ് പോകുന്നത്. ഇതൊക്കെ വേണം, എന്റേതാണ്. പക്ഷെ നമുക്കതൊക്കെ ഈ നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഇതൊക്കെ. ഇതൊന്നും എന്നും നമ്മുടേതായിട്ട് ഇരിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാതെ നമ്മൾ ഈ കാമം, ആഗ്രഹം, ഇതിന്റെയൊക്കെ പുറകെ അതൊക്കെയാണ് സ്വന്തം, അതിനെ ഒന്നും ഉപേക്ഷിക്കാൻ വയ്യ, അതൊന്നും ഉപേക്ഷിച്ചിട്ട് ഒരു സുഖവും കിട്ടത്തില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നു. അതേ അവസ്ഥയാണ് ഇവിടെ അർജുനനും കാണിക്കുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, നമ്മളെ തന്നെ വിലയിരുത്തുമ്പോൾ ഈ അർജുനൻ നമ്മളാണെന്ന് നമുക്ക് മനസ്സിലാകും. ഓരോ ശ്ലോകത്തിലൂടെയും അർജുനൻ വിവരിക്കുന്ന ഓരോ കാര്യങ്ങളും, അർജുനന്റെ നിരാശകളൊക്കെ, കൃഷ്ണനോട് പറയുന്നതൊക്കെ നമ്മുടേതായിട്ട് നമുക്ക് മനസ്സിലാകും. നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ സ്വഭാവങ്ങളെ വിലയിരുത്തുമ്പോൾ, നമ്മുടെ ലക്ഷ്യം എന്തെന്ന് തിരിച്ചറിയുമ്പോൾ, അതിനുള്ള തടസ്സങ്ങളെയൊക്കെ നമ്മൾ നേരിടുമ്പോൾ, ഇതൊക്കെ നമ്മളിലേക്ക്, നമ്മുടെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ രണ്ടാമത്തെ ശ്ലോകത്തിൽ വിളിക്കുന്ന ഹേ മാധവ, ഐശ്വര്യത്തിന്റെ പതിയായിട്ടുള്ളവനെ, അങ്ങനെയുള്ള ഈ സകല സുഖങ്ങളും എന്നിലേക്ക് ഇപ്പോൾ ഉണ്ടല്ലോ, എന്റേതായ സുഖങ്ങളൊക്കെ, ഐശ്വര്യം, സുഖം, ഇതിന്റെയൊക്കെ പതിയായിട്ടിരിക്കുന്ന ആ ഭഗവാനോട് ചോദിക്കുകയാണ്, ഇതിനെയൊക്കെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? അർജുനന്റെ ഓരോ ശ്ലോകത്തിലെ ഓരോ വിളികൾക്കും ആ ശ്ലോകവുമായിട്ട് ഒത്തിരി അർത്ഥമുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണ് അർജുനൻ. ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ച് ഈ ഒരു അധ്യായം മുഴുവൻ ചോദ്യങ്ങൾ, അർജുനന്റെ സംശയങ്ങളാണ്, അർജുനന്റെ നിരാശയാണ്. ഇനി ഈ വിഷാദം, ഈ സങ്കടത്തെ ഞാൻ എങ്ങനെ കൊല്ലും? എനിക്ക് വേണ്ട സുഖം എനിക്കൊന്നും വേണ്ട, എനിക്ക് സന്യസിച്ചാലും മതി എന്നൊക്കെ അവസാനം പറയുന്നുണ്ട്. അങ്ങനെയുള്ള അർജുനനെ ഈ വിഷാദത്തിൽ നിന്ന് കരകയറ്റിക്കൊണ്ട് വരുന്നതാണ് ഈ ഗീത. വിഷാദം, ശോകമായ വിഷാദത്തെ യോഗമാക്കി മാറ്റുന്നു, ഭഗവാനോടുള്ള ചേർച്ചയാക്കി മാറ്റുന്ന യോഗമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഭഗവത്ഗീത. അത് നമ്മളും ഒക്കെ അത് യോഗമാക്കി, നമ്മളിലും ഒക്കെ ഉണ്ട് ഈ നിരാശകൾ. ഇത് അർജുനൻ ചോദിച്ച ചോദ്യമായിട്ട് നമ്മൾ വിട്ടുകളയാതെ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആ സ്വാർത്ഥതയും ആ കാമങ്ങളും ആ ഓരോ അറ്റാച്ച്മെന്റും, ഓരോന്നിനോടുള്ള അറ്റാച്ച്മെന്റും ഒക്കെ ആയിട്ട് ഇതിനെ വിലയിരുത്തണം. എന്നിട്ട് നമ്മൾ അതിനെയൊക്കെ കൃഷ്ണന്റെ വാക്കുകൾ കൊണ്ട് അതിജീവിക്കണം. ഇനി കൃഷ്ണൻ പറയുന്നുണ്ട് ഇതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കാമെന്നൊക്കെ. അങ്ങനെ നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം ഗീതയിലൂടെ.
നമുക്കൊന്നുകൂടെ ശ്ലോകം ചൊല്ലാം. നിഹത്യ ധാർത്തരാഷ്ട്രാന്ന കാ പ്രീതി സ്യാത് ജനാർദ്ദന പാപമേവാശ്രയേദസ്മാൻ ഹത്വൈതാൻ ആതതായിനഃ തസ്മാന്നർഹാ വയം തന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ. തസ്മാന്നർഹാ വയം തന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ. ആർക്കാണ് ചൊല്ലാൻ പറ്റുന്നത്? ഇനി ഓരോരുത്തരായിട്ട് ശ്ലോകം ഞാൻ ചൊല്ലിക്കോട്ടെ. ചൊല്ലിക്കോളൂ ചൊല്ലിക്കോളൂ. നിഹത്യ ധാർത്തരാഷ്ട്രാണ കാ പ്രീതി സ്യാജനാർദ്ദന പാപമേവാശ്രയേദസ്മാൻ ഹത്വൈതാനാതതായിനഃ തസ്മാന്നർഹവയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ. ഇനി ആരാണ് ചൊല്ലുന്നത്? നിഹത്യ ധാർത്തരാഷ്ട്രാന്ന കാ പ്രീതി സ്യാജനാർദ്ദന പാപമേവാസ്യ ഹേതസ്മാൻ ഹത്വൈതാനാതതായിനഃ തസ്മാന്നർഹവയം ഹന്തു ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ. നിഹത്യ ധാർത്തരാഷ്ട്രാൻ കാ പ്രീതി സ്യാജനാർദ്ദന പാപമേവാശ്രയേദസ്മാൻ ഹത്വൈതാനാതതായിനഃ തസ്മാന്നർഹാ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ. ഞാൻ ചൊല്ലിക്കട്ടെ. നിഹത്യ ധാർത്തരാഷ്ട്രാന്ന കാ പ്രീതി സ്യാജനാർദ്ദന പാപമേവാശ്രയേദസ്മാൻ ഹത്വാൻ ആതതായിനഃ തസ്മാന്നർഹവയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ. ഇനി ആരാണ് ചൊല്ലുന്നത്? നിഹത്യ ധാർത്തരാഷ്ട്രാൻ നഃ കാ പ്രീതി സ്യാജനാർദ്ദന പാപമേവ ആശ്രയേത് അസ്മാൻ ഹത്വൈതാൻ ആതതായിനഃ തസ്മാന്നർഹാ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ. വെരി ഗുഡ്. ഇനി ആരാണ് ചൊല്ലുന്നത്? നിഹത്യ ധാർത്തരാഷ്ട്രാൻ കാ പ്രീതി സ്യാജനാർദ്ദന പാപമേവാശ്രയേദസ്മാ ഹത്വൈതാനതതായിനഃ തസ്മാന്നർഹാ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ. വെരി ഗുഡ്. ഓക്കെ, ഇന്നത്തെ നമുക്ക് നിർത്താം. നമസ്തേ.